തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ട സംഭവത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്തു. പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് മന്ത്രി മൊഴി നൽകി. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ADGP-MR അജിത് കുമാറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പ്രശ്നം ഉണ്ടായ ശേഷം വിളിച്ചിട്ട് ADGP ഫോൺ എടുത്തില്ലെന്നും മന്ത്രി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. വിവരങ്ങളുമായി D. ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം, അതായത് പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ 3 ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നത്. അതിൽ ഒരു ഏജൻസി IG തോംസൺ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. ആ സംഘമാണ് വീണ്ടും മന്ത്രി കെ രാജൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം കെ രാജൻ നൽകിയ മൊഴിയിൽ പ്രധാനമായും പറയുന്നത് പൂരം അലങ്കോലപ്പെടും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ആ വിവരം അവിടുത്തെ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുണ്ടായിരുന്ന ADGP-MR അജിത് കുമാറിനെ അറിയിച്ചിട്ടും അത് കാര്യമായോ ഗൗരവമായോ പരിഗണിച്ചു. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുന്നത്, ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ഗൂഢാലോചന നടപ്പിലാക്കുന്നതിന് വേണ്ടി പോലീസ് സഹായകരമായ നിലപാട് സ്വീകരിച്ചു. ഒപ്പം പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷം മന്ത്രി കെ രാജൻ പല ആവർത്തി MR അജിത് കുമാറിനെ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. സംഭവ സമയത്ത് തൃശ്ശൂരിലുണ്ടായിരുന്ന മന്ത്രി നേരിട്ടാണ് MR അജിത് കുമാറിനെ വിളിക്കുന്നത്. എന്നിട്ട് ഫോൺ എടുക്കാതെയോ മറുപടി നൽകാതെയോ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. ഇത്തരത്തിൽ ഗൗരവമുള്ള വലിയ ആരോപണങ്ങൾ തന്നെയാണ് വീണ്ടും മന്ത്രി കെ രാജൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ആഭ്യന്തര സെക്രട്ടറി തന്നെ ഒരു റിപ്പോർട്ട് ADGP-MR അജിത് കുമാറിനെതിരെ നൽകിയിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്ന DGP ഷെയ്ഖ് ദർബേസ് സാഹിബ് നൽകിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ വലിയ തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു MR അജിത് കുമാറിനെന്ന് ചൂണ്ടിക്കാണിച്ചതിനൊപ്പം നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴേക്കും MR അജിത് കുമാറിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് വിവിധ റിപ്പോർട്ടുകളിലും മൊഴികളിലൂടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. മുഖ്യമന്ത്രി നാട്ടിൽ തിരിച്ചെത്തി ഏകദേശം 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ DGP കൊടുത്ത റിപ്പോർട്ടിലും ഇത്തരത്തിൽ ഒരു സൂചനയുണ്ടായിരുന്നു, ഗുരുതര വീഴ്ച ഉണ്ടായെന്നും ഒപ്പം നടപടിക്കും ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇതൊക്കെ ഈ ശുപാർശകളെ ചെയ്തിട്ടും ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടും നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂടിയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇതുവരെയായും അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നു MR അജിത് കുമാർ കഴിഞ്ഞ കുറേ നാളുകളായിട്ടാണ് അത്ര ഒരു സൗഹൃദം ഇല്ലാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ PV അൻവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷം വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നു. അതിന് തൊട്ടു പിന്നാലെ പൂരം അലങ്കോലപ്പെട്ട സംഭവം വന്നു, അന്വേഷണം തുടങ്ങി. അതിനുശേഷമാണ് MR അജിത് കുമാറിനെ ADGP ലോ ആൻഡ് ഓർഡറിൽ നിന്നൊക്കെ മാറ്റുകയും മറ്റ് ബറ്റാലിയൻ്റെ ചുമതല നൽകുകയൊക്കെ ചെയ്തത്. എന്നാൽ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതല്ലാതെ ഒരു വലിയ അല്ലെങ്കിൽ ഗുരുതരമായ തെറ്റ് വന്നിട്ടുണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെയായും നീങ്ങിയിട്ടില്ല. ആതിര. ശരി ബിനോയ്, തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ട സംഭവത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്തു. പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് മന്ത്രി മൊഴി നൽകി. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ADGP-MR അജിത് കുമാറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പ്രശ്നമുണ്ടായ ശേഷം വിളിച്ചിട്ട് ADGP ഫോൺ എടുത്തില്ലെന്നും മന്ത്രി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. സംസ്ഥാനത്ത് മഴ ശക്തമാകും. വടക്കൻ ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.